ഇപ്പോൾ വന്ന മറ്റൊരു വാർത്തയിലേക്കാണ്. തൊണ്ടിമുതൽ കേസിൽ ആന്റണി രാജുവിന്റെ അപ്പീൽ പരിഗണിക്കുന്നത് മാറ്റി. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് ഈ നടപടി. ഈ മാസം 24-ന് കോടതി അപ്പീൽ വീണ്ടും പരിഗണിക്കും. സിജോ വി ജോൺ തന്നെയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകുക. സിജോ, ആന്റണി രാജുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിരുന്നു ഈ വിധി. കാരണം സ്റ്റേ ചെയ്യണമെന്നായിരുന്നു ആന്റണി രാജുവിന്റെ ശിക്ഷ, സ്റ്റേ ചെയ്യണമെന്നായിരുന്നു ആന്റണി രാജുവിന്റെ ആവശ്യം. അങ്ങനെയാണെങ്കിൽ വീണ്ടും MLA സ്ഥാനത്തിലേക്ക് എത്താനും അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും എല്ലാം ആന്റണി രാജുവിന് പറ്റുമായിരുന്നു. ഇപ്പോൾ എന്താണ് ഈ പരിഗണിക്കുന്നത് മാറ്റാൻ കാരണം? ഒരു പ്രാഥമിക നടപടി എന്ന നിലയിൽ മാത്രമാണ് ഇപ്പോൾ സാധാരണ രീതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്യുന്ന സമയത്തേക്ക് വിശദമായ വാദം കേൾക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഹർജി മാറ്റും. അത്തരത്തിലുള്ള ഒരു സാങ്കേതികപരമായ നടപടിയുടെ ഭാഗമായിട്ടാണ് മാറ്റിയിരിക്കുന്നത്. എന്തായാലും ആന്റണി രാജുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് കോടതിയുടെ തീരുമാനം എന്നുള്ളത്. കാരണം ശിക്ഷാവിധി റദ്ദ് ചെയ്യണമെന്നാണ് പ്രധാനപ്പെട്ട ആവശ്യം. ശിക്ഷാവിധി റദ്ദാക്കിയാൽ ആന്റണി രാജുവിന് അപ്പോൾ തന്നെ MLA സ്ഥാനത്തേക്ക് തിരികെ എത്താൻ സാധിക്കും. അത് മാത്രമല്ല, അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് അയോഗ്യതാ പ്രശ്നം ഉണ്ടാകുകയും ചെയ്യില്ല. അതേസമയം തിരുവനന്തപുരത്തെ കോടതിയിൽ നിന്ന്, സെഷൻസ് കോടതിയിൽ നിന്ന് പ്രതികൂലമായിട്ടുള്ള വിധിയാണ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അയോഗ്യത തുടരുകയും ചെയ്യും. മാത്രമല്ല, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആന്റണി രാജുവിന് മത്സരിക്കാൻ സാധിക്കുകയും ചെയ്യില്ല. എന്തായാലും വളരെ വേഗത്തിൽ തന്നെ കോടതിയെ സമീപിച്ച് അനുകൂലകരമായ വിധി സ്വന്തമാക്കാനുള്ള ശ്രമത്തിലാണ് ആന്റണി രാജു ഉള്ളത്. ഇതിൽ 14 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിരുന്നത്. അതിൽ ഒരു 3 വർഷത്തെ ശിക്ഷ മാത്രമാണ് ആന്റണി രാജുവിന് പരമാവധി ശിക്ഷ ലഭിച്ചിരിക്കുന്നത്. അതിൽ അപ്പീൽ പോകാൻ പ്രോസിക്യൂഷൻ തീരുമാനമെടുത്തിരുന്നു. അതിന്റെ നടപടികൾ പുരോഗമിക്കുന്നുവെന്നാണ് പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നത്. ഈ കേസിൽ പ്രോസിക്യൂഷൻ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.